എറണാകുളം മുതൽ ആലപ്പുഴ വരെ അതീവ ജാഗ്രത വേണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നത്. കോസ്റ്റ് ഗാർഡ് നാഷണൽ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ കണ്ടിജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടയർ 2 ഇവന്റ് ആണ്. നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഡൊണിയറും 2 കപ്പലുകളും എണ്ണപ്പാടയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ ഡിസ്പേഴ്സൻസ് ഉൾപ്പെടെയുള്ളത് അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. സൾഫർ അടങ്ങിയ ലോ സൾഫർ മറൈൻ ഓയിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. കണ്ടെയ്നറിന്റെ ഉള്ളിലെ കണ്ടന്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് നേരിട്ട് വിവരമില്ല. അത് കോസ്റ്റ് ഗാർഡ്, നേവി, കസ്റ്റംസ് എന്നിവർ കൈകാര്യം ചെയ്യുന്ന വിഷയം. എന്തെങ്കിലും ഇത്തരം അപൂർവ വസ്തു നമ്മൾ തീരദേശത്ത് കണ്ടാൽ ദയവായി 112-ൽ അറിയിക്കുക. പ്രദീപ് ജോസഫ് തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. പ്രദീപ്, ഇപ്പോൾ 2 പ്രതികരണങ്ങൾ കേട്ടതിൽ നിന്നും ഇനി അങ്ങോട്ടേക്കുള്ള അപകട സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതായത് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട് അത് മത്സ്യസമ്പത്തിനെ ബാധിക്കുക, മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുക, ഇതൊക്കെ വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. നേരത്തെ ഇപ്പോൾ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രത്തിലെ മുൻ VC പറഞ്ഞത് ഇത് ലോങ് ടേമിൽ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായേക്കാമെന്നതാണ് അദ്ദേഹം ഉന്നയിച്ച ഒരു ആശങ്ക. പക്ഷേ അത് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധിച്ച് നിർത്താനുള്ള ഒരു ദൗത്യത്തിലേക്ക് കോസ്റ്റ് ഗാർഡൊക്കെ കടന്നു അല്ലേ? തീർച്ചയായും അത്തരത്തിൽ അപകടകരമായ കണ്ടെയ്നറുകൾ ആണ് എന്നതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി അപകടകരമായൊരു സാന്നിധ്യം ഒഴിവാക്കുക, അത്തരം കാര്യങ്ങൾക്കാണ് നിലവിൽ പ്രഥമ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രക്ഷപ്പെട്ട് എത്തിയ നാവികർ കൈ ഉയർത്തി ഇവിടുത്തെ തീരസംരക്ഷണ സേന അംഗങ്ങളെയും ഒപ്പം അവരുടെ വരവ് കാത്തു നിൽക്കുന്ന മറ്റ് വിവിധ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ജീവൻ തിരിച്ചു കിട്ടിയതിന് തുല്യമെന്ന് പറയാം. കാരണം നടുക്കടലിലാണ്, അതായത് തീരത്ത് നിന്ന് ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് കിലോമീറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 60 കിലോമീറ്ററിലധികം ദൂരത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത് തന്നെ നാവികസേനയുടെ ഒരു കപ്പലുണ്ടായിരുന്നു എന്നതാണ് അവർക്ക് ഏറ്റവും രക്ഷാകരമായി മാറിയത്. ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് ആ നാവികസേന കപ്പലാണ്. മാത്രവുമല്ല, കൊച്ചിയിൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ തീരസംരക്ഷണ സേനയുടെയും നാവികസേനയുടെയും മറ്റ് കപ്പലുകളും വിമാനങ്ങളും ഡോണിയർ വിമാനങ്ങൾ ഉൾപ്പെടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ അപകട സ്ഥലത്ത് പറന്നിറങ്ങി വേണ്ടത്ര രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണ സഹകരണം നൽകി. മാത്രവുമല്ല, സാങ്കേതികമായി ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടക്കം ലഭിച്ചു. ആദ്യം 21 നാവികരെ രക്ഷപ്പെടുത്തി. പിന്നീട് ഈ കപ്പൽ ഉയർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കപ്പലിൻ്റെ ക്യാപ്റ്റനെയും ഫസ്റ്റ് സെക്കൻഡ് എഞ്ചിനീയർമാരെയും മാത്രം കപ്പലിൽ തങ്ങാൻ അനുവദിച്ചത്. കാരണം കപ്പലിന് സാങ്കേതികമായ ഓപ്പറേഷൻ വശങ്ങളെക്കുറിച്ച് അവർക്കാണ് കൂടുതൽ വശമുള്ളത് ആ കപ്പലിനെ സംബന്ധിച്ച്. പക്ഷേ കപ്പൽ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്ന് വന്ന സാഹചര്യത്തിലാണ് അവരുടെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ വേണ്ടി അവരെ കൂടി നാവികസേന സ്വന്തം കപ്പലിലേക്ക് മാറ്റുകയും അങ്ങനെ കൊച്ചി നാവികസേന ആസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തത്. തൂത്തുക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ഫീഡർ കപ്പലാണ്. അതായത് വലിയ മദർ കപ്പലുകളിൽ കൊണ്ടുവരുന്ന കാർഗോകൾ വിഴിഞ്ഞം പോലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൽ ഇറക്കി അവിടെ നിന്ന് ചെറു തുറമുഖങ്ങളിലേക്ക് മാറ്റുന്ന ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. MSC കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇത്. രക്ഷാപ്രവർത്തനത്തിന് സഹായമായി ഇന്ന് MSCയുടെ മറ്റൊരു വലിയ കപ്പൽ കൂടി എത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ അപകടത്തിൽപ്പെട്ട കപ്പൽ കണ്ടെയ്നറുകളുമായി പൂർണ്ണമായി മുങ്ങുന്ന അവസ്ഥയിലായിരുന്നു. അതേസമയം എന്തൊക്കെ വസ്തുക്കളായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കസ്റ്റംസിനാണ് അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുക. കാരണം കപ്പലിൽ വസ്തുക്കൾ കയറ്റുമ്പോൾ എന്തൊക്കെ വസ്തുക്കളാണ്, അതിൻ്റെ അളവ്, ഇത്തരം കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കസ്റ്റംസിന് സ്റ്റേറ്റ്മെൻറ്റ് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽപ്പെട്ട വസ്തുക്കളാണ് ഈ അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കസ്റ്റംസിന് ഒരു വ്യക്തത നൽകാൻ സാധിക്കും. എന്തായിരുന്നാലും മുൻപൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കണ്ടെയ്നറുകളോ അവയിലെ പെട്ടികളോ കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടാൽ യാതൊരു കാരണവശാലും അത് തുറക്കാൻ ശ്രമിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പൊതുജനങ്ങളോട് നൽകാനുള്ള നിരന്തരം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. തീരപ്രദേശത്തോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ സംശയകരമായ നിലയിൽ ഇത്തരം കണ്ടെയ്നറുകൾ കണ്ടാൽ ദയവായി കോസ്റ്റ് ഗാർഡിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിവരം അറിയിക്കുക. ഒരിക്കലും അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഒപ്പം ഈ പരിസ്ഥിതി പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഇന്ധനവും മറ്റു വാതകങ്ങളും ഒക്കെയാണ് ഇതിലുള്ളത്. പക്ഷേ അതിനുവേണ്ട ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു പ്രാഥമികമായ നടപടികളിലേക്ക് കോസ്റ്റ് ഗാർഡ് കടന്നിട്ടുണ്ട്. ഇതിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്നത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ സുരക്ഷിതരായി കൊച്ചിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്.